ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും സുപരിചിതമായ ഒരു സിറ്റിയാണ്. വേറെ എവിടെയല്ല, മലപ്പുറം ജില്ലയിലെ കൊമ്പൻ പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പെരിന്തൽമണ്ണയിൽ ഉണ്ട്. മെയിനായിട്ട് ഹോസ്പിറ്റൽ സിറ്റി, കേരളത്തിലെ ഹോസ്പിറ്റൽ സിറ്റി എന്നാണ് പെരിന്തൽമണ്ണനെ പൊതുവായിട്ട് അറിയപ്പെടുന്നത്. 20 ചില്ലാനം ഹോസ്പിറ്റലാണ് ഈ സിറ്റിയിലെ പല ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്. എന്തൊരാവശ്യത്തിനും പെട്ടെന്ന് മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാർക്കും പാലക്കാട് ജില്ലയിലെ ഒരു മിഡിലായിട്ടുള്ള ഈ പട്ടാമ്പി അതുപോലെ ഇങ്ങോട്ടൊക്കെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സിറ്റിയാണ് പെരിന്തൽമണ്ണ. ചെർപ്പളശ്ശേരി മുതൽ ഈ ഭാഗത്തുള്ള എല്ലാവരും ആശ്രയിക്കുന്നത് പെരിന്തൽമണ്ണനെയാണ് പല കാര്യത്തിനും. പാലക്കാടിന്റെ ഒരു സെക്കൻഡ് ടൗൺ എന്ന് തന്നെ പറയാം പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ലയാണെങ്കിൽ കൂടി. പിന്നെ ഇപ്പോൾ പെരിന്തൽമണ്ണനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഫുഡ് സ്പോട്ടുകളാണ്. അതായത് ഒരുപാട് ഹോട്ടൽസ്, അതേപോലെ റെസ്റ്റോറൻറ്റ്, ലൈവ് റെസ്റ്റോറൻറ്റുകൾ, ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇറങ്ങി ഫുഡ് കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഒരുപാട് സ്പോട്ടുകൾ ഈ പെരിന്തൽമണ്ണ സിറ്റിയിൽ നിങ്ങൾക്ക് പലയിടത്തും കാണാൻ പറ്റും. പിന്നെ ഇന്നലെ ഞാൻ നമ്മുടെ ലുലു മാൾ വരുന്ന സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കയറി ജസ്റ്റ് ഒന്ന് കണ്ടു. അവിടുത്തെ സെക്യൂരിറ്റിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ച് കണ്ടു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, പക്ഷെ അത് വരുന്ന സെറ്റപ്പ് അല്ലെങ്കിൽ അതിൻ്റെ തറ, അതിൻ്റെ ഉള്ളിൽ കയറി കണ്ടു ഞാൻ. എന്താ പറയാം, അത്യാവശ്യം നല്ല ഹ്യൂജ് വലുപ്പത്തിലാണ് ഇത് വരുന്നത്. 4.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണെന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇനി അത് ഏകദേശം പണിയൊക്കെ ഒന്ന് ജസ്റ്റ് പൊങ്ങി, ബിൽഡിങ്ങുകളൊക്കെ ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ എത്രത്തോളമാണ് ഇതിൻ്റെ ഡെപ്ത് എന്ന്. പെരിന്തൽമണ്ണനെ പോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ സിറ്റികളിൽ ഒന്നാണ് തിരൂരും മഞ്ചേരിയും. എൻ്റെ അഭിപ്രായത്തിൽ മഞ്ചേരി ആയിരുന്നു മുമ്പ് പെരിന്തൽമണ്ണനേക്കാളും നല്ല വലിയ സിറ്റി മഞ്ചേരി ആയിരുന്നു മുമ്പ് മലപ്പുറം ജില്ലയിൽ. പെട്ടെന്നാണ് പെരിന്തൽമണ്ണയിൽ ഇത്രയും വികസനങ്ങൾ വന്നത്. ഒരു 2-3 വർഷത്തിന് ശേഷമാണ് കൂടുതലും വികസനങ്ങൾ വന്നത്. കാരണം അത് പെരിന്തൽമണ്ണയിൽ ഭരണത്തിന്റെ മികവ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മഞ്ചേരി ഇപ്പോഴും പഴയ പോലെ തന്നെ നിൽക്കണം, ഒരു മാറ്റം വന്നിട്ടില്ല. പിന്നെ തിരൂരും കോട്ടക്കലും അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വളാഞ്ചേരി ഇപ്പോൾ പഴയതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വളാഞ്ചേരി മാത്രമല്ല, എന്താ പറയാ, കോട്ടക്കല് അത്യാവശ്യം നല്ല ടൗണാട്ടോ. കോട്ടക്കല് എല്ലാം അത്യാവശ്യം നല്ല ടൗണാണ്. നിലമ്പൂര് തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. നിലമ്പൂര് നല്ല ടൗണാണ്. അതേപോലെ കൊണ്ടോട്ടി നല്ല ടൗണാണ്. ഒരുപാട് സിറ്റീസ്, അതായത് വണ്ടൂര്, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇത്രയും വലിയ സിറ്റികളുള്ള ഒരു ജില്ല ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ തൃശ്ശൂരോ എറണാകുളമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റി അല്ലാണ്ട് പുറമേ എന്ന് പറയാൻ മാത്രമുള്ള സിറ്റികളൊന്നുമില്ല. മലപ്പുറം ജില്ല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെരിന്തൽമണ്ണ, തിരൂര്, മഞ്ചേരി, കോട്ടക്കല്, കൊണ്ടോട്ടി, വളാഞ്ചേരി, പാണ്ടിക്കാട്, വണ്ടൂര് എന്ന് തുടങ്ങി ഈ സൈഡിലോട്ട് വരിക, തിരൂരിൻ്റെ ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ തന്നെ